ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും തീപിടിച്ച വൈരങ്ങളിലൊന്നാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം. ലോകകപ്പിന്റെ വേദിയിൽ ഈ ബദ്ധവൈരികളായ രണ്ട് രാജ്യങ്ങളും നേർക്കുനേർ വന്നാൽ അതൊരു സാധാരണ മത്സരം മാത്രമല്ല, ചരിത്രവും അഭിമാനവും വികാരവും പ്രതികാരവും എല്ലാം ചേർന്നൊരു മഹായുദ്ധമാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് സെമി ഫൈനലിൽ വീണ്ടും അവർ മുഖാമുഖം വന്നപ്പോൾ ലോകം മുഴുവനും ശ്വാസമടക്കി കാത്തിരിക്കുകയായിരുന്നു. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി രണ്ടാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിടുന്ന അർജന്റീന, മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, സാക്ക, ഫിൽ ഫോഡൻ എന്നിവരടങ്ങിയ ഇംഗ്ലണ്ടിന്റെ സുവർണ തലമുറ. മത്സരത്തിന് മുമ്പ് ലോകമെമ്പാടുമുള്ള നിരവധി ഫുട്ബോൾ നിരീക്ഷകരും മുൻ താരങ്ങളും ഇംഗ്ലണ്ടിനാണ് മുൻതൂക്കം നൽകിയിരുന്നത്. എന്നാൽ കളി ആരംഭിച്ച നിമിഷം മുതൽ മൈതാനത്ത് കണ്ടത് പ്രവചനങ്ങളുടെ നിവൃത്തിയല്ല, അർജന്റീനയുടെ പ്രഖ്യാപനങ്ങളായിരുന്നു. പേപ്പറിൽ നോക്കിയാൽ ശക്തമായ സ്ക്വാഡും കൂടുതൽ വേഗവും യുവതാരങ്ങളുടെ ആധിപത്യവും ഇംഗ്ലണ്ടിന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള നിരവധി ഫുട്ബോൾ നിരീക്ഷകരും മുൻ താരങ്ങളും ഈ മത്സരം ഇംഗ്ലണ്ടിന്റെ ഭാഗത്തേക്ക് ചായുമെന്ന് പ്രവചിച്ചത്. പക്ഷേ ഫുട്ബോൾ ഒരിക്കലും പ്രവചനങ്ങളുടെ കളിയല്ല. അത് തെളിയിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു അർജന്റീന ഇന്നു മൈതാനത്തേക്ക് ഇറങ്ങിയത്. റഫറിയുടെ ആദ്യ വിസിൽ മുഴങ്ങിയതോടെ അർജന്റീന ഒരു കാര്യം വ്യക്തമാക്കി: ഞങ്ങൾ പ്രതിരോധിക്കാൻ വന്നവരല്ല, നിയന്ത്രിക്കുവാൻ വന്നവരാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അർജന്റീനയുടെ ശരീരഭാഷയും വ്യത്യസ്തമായിരുന്നു. പന്ത് കൈവശം വെക്കുക മാത്രമല്ല, ഇംഗ്ലണ്ടിനെ സ്വന്തം പകുതിയിൽ തളച്ചിടുക എന്നതുകൂടിയായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. അതിനാൽ ഓരോ പാസും കൃത്യതയോടെ, ഓരോ മുന്നേറ്റവും ആത്മവിശ്വാസത്തോടെ. അർജന്റീനയുടെ ഓരോ താരത്തിൻ്റെയും ചലനങ്ങളിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു: ഞങ്ങളാണ് ഈ മത്സരത്തിന്റെ യഥാർത്ഥ നിയന്ത്രകർ. മധ്യനിരയിൽ എൽസോ ഫെർണാണ്ടസും കൂട്ടരും കളിയുടെ താളം നിയന്ത്രിച്ചപ്പോൾ വിങ്ങുകളിലൂടെ വന്ന ഓവർലാപ്പുകൾ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധത്തെ തുടർച്ചയായി പരീക്ഷിച്ചു. ഇംഗ്ലണ്ടിന് തുടക്കത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നം വ്യക്തമായി: പന്ത് നേടിയാൽ പോലും അവർക്ക് 3-4 പാസുകൾക്ക് മുകളിൽ അത് കൈവശം വെക്കുവാൻ സാധിക്കുന്നില്ല. അർജന്റീനയുടെ ഹൈ പ്രസിംഗ് അത്രത്തോളം ശക്തമായിരുന്നു. ഹാരി കെയ്ൻ ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. പക്ഷേ ആദ്യ പകുതിയിലെ മിക്കവാറും സമയത്തും അദ്ദേഹത്തിന് അപകടകരമായ മേഖലകളിൽ പന്ത് ലഭിച്ചില്ല. കാരണം അർജന്റീനയുടെ സെൻട്രൽ ബാക്കുകൾ അദ്ദേഹത്തെ പിന്തുടർന്നില്ല. പകരം അദ്ദേഹത്തിലേക്ക് പന്തെത്തുന്ന വഴികൾ അവർ അടച്ചു കളഞ്ഞു. അതാണ് ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും ടാക്ടിക്കലായ വിജയങ്ങളിൽ ഒന്ന്. അതിന്റെ ഫലമോ, ഹാരി കെയ്ൻ മത്സരത്തിന്റെ വലിയൊരു സമയത്തും കളിക്ക് പുറത്തുള്ള ഒരാളെ പോലെയായിരുന്നു. ഒരു കാഴ്ചക്കാരൻ മാത്രമായി അദ്ദേഹം മാറി. ബെല്ലിംഗ്ഹാമിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. മിഡ്ഫീൽഡിൽ സ്വതന്ത്രമായി പന്തുമായി ഒന്ന് തിരിയുവാൻ പോലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. ഓരോ തവണയും പന്ത് കിട്ടുമ്പോൾ 2-3 അർജന്റൈൻ താരങ്ങൾ ഒരുമിച്ച് ചേർന്ന് അയാൾക്ക് സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അതിനാൽ ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങളുടെ വേഗം തുടക്കത്തിൽ തന്നെ നഷ്ടമായി പോയി. ഇതിനിടയിൽ അർജന്റീന ഒന്നിനു പിന്നാലെ ഒന്നായി ആക്രമണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഗോൾ മാത്രം വന്നില്ല, എന്നാൽ ഓരോ മുന്നേറ്റവും സ്റ്റേഡിയത്തിലെ ഇംഗ്ലണ്ട് ആരാധകരുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്നതായിരുന്നു. ഇംഗ്ലണ്ട് ഗോൾ കീപ്പർക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ചില ഷോട്ടുകൾ അദ്ദേഹം അതിഗംഭീരമായി രക്ഷപ്പെടുത്തി. ചില അവസരങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധം അവസാന നിമിഷം പന്ത് ക്ലിയർ ചെയ്തു വിട്ടു. മറ്റു ചിലപ്പോൾ ഭാഗ്യം ഇംഗ്ലണ്ടിനൊപ്പം നിന്നു. സ്കോർ ബോർഡ് അപ്പോഴും ഗോൾ രഹിതമായിരുന്നുവെങ്കിലും മത്സരത്തിന്റെ ഒഴുക്ക് ആരുടെ ഭാഗത്തേക്കാണെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. ഈ മത്സരത്തിൽ അർജന്റീനയുടെ ഏറ്റവും വലിയ ശക്തി അതവരുടെ ക്ഷമയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരൊരിക്കലും തിടുക്കപ്പെട്ടില്ല. പന്ത് നഷ്ടപ്പെട്ടിട്ടും അവർ പരിഭ്രാന്തരായില്ല. വീണ്ടും പന്ത് തിരിച്ചു പിടിച്ചു, വീണ്ടും ആക്രമിച്ചു, വീണ്ടും വീണ്ടും സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഒരു തിരമാലയ്ക്ക് പിന്നാലെ മറ്റൊരു തിരമാല പോലെ ഇംഗ്ലണ്ട് പ്രതിരോധം ഓരോ നിമിഷവും കൂടുതൽ പിൻവലിക്കപ്പെട്ടു. ആദ്യ പകുതിയുടെ ആദ്യ നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു: സ്കോർ 0-0 ആയിരിക്കാം, പക്ഷേ കളിയുടെ നിയന്ത്രണം പൂർണ്ണമായും അർജന്റീനയുടെ കൈകളിൽ തന്നെയായിരുന്നു. ഇംഗ്ലണ്ട് അപ്പോഴും മത്സരത്തിൽ ജീവനോടെ നിന്നത് അവരുടെ പ്രതിരോധത്തിന്റെ പോരാട്ട വീര്യവും ഗോൾ കീപ്പറുടെ നിർണായകമായ ഇടപെടലുകളും കൊണ്ട് മാത്രമായിരുന്നു. രണ്ടാം പകുതിയിൽ ഈ സമ്മർദ്ദം എത്ര നേരം കൂടി താങ്ങാനാവും എന്നതായിരുന്നു എല്ലാവരും കാത്തിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ രഹിതമായിരുന്നു എങ്കിലും കളിയുടെ ഒഴുക്ക് അർജന്റീനയുടെ ഭാഗത്തേക്ക് ചായുന്നു എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ സത്യം ഇതാണ്: ആധിപത്യം പുലർത്തുന്ന ടീം അതെപ്പോഴും വിജയിക്കണമെന്നില്ല. ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ, ഒരു കൗണ്ടർ അറ്റാക്ക്, ഒരു കൃത്യമായ ഫിനിഷ് മുഴുവൻ മത്സരത്തിന്റെയും ഗതി മാറ്റിമറിക്കുവാൻ അത് മതിയായിരുന്നു. രണ്ടാം പകുതി തുടങ്ങിയപ്പോൾ അത് തന്നെയാണ് ഇംഗ്ലണ്ട് ലക്ഷ്യമിട്ടത്. ആദ്യമായി അവർ അല്പം കൂടി മുന്നിലേക്ക് കയറി കളിക്കുവാൻ വന്നു. പന്ത് കൂടുതൽ നേരം കൈവശം വെക്കുവാൻ ശ്രമിച്ചു. അർജന്റീനയുടെ പ്രസ്സിംഗ് മറികടക്കുവാൻ വേഗത്തിലുള്ള പാസുകൾ പരീക്ഷിച്ചു. ആ ശ്രമത്തിന് ഫലവും കണ്ടു. ആന്റണി ഗോർഡൻ പന്ത് വലയിലെത്തിച്ച നിമിഷം ഇംഗ്ലീഷ് ആരാധകർ ആവേശത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്കോർ അർജന്റീന 0, ഇംഗ്ലണ്ട് 1. ഇത്രയും നേരം കളി നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ടീം പിൻപിലായിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫുട്ബോളിന്റെ ക്രൂരമായ സൗന്ദര്യം ഇതുതന്നെയാണ്. ആ ഒരു നിമിഷം പലരും കരുതി ഇനി അർജന്റീനയ്ക്ക് മടങ്ങിവരവ് പ്രയാസകരമായിരിക്കുമെന്ന്. പക്ഷെ ആ ഗോളിന് ശേഷം കളി പൂർണ്ണമായും മാറി.
ഇംഗ്ലണ്ട് ലീഡ് നേടിയ നിമിഷം മുതൽ അർജന്റീന മറ്റൊരു ഗിയറിലേക്ക് മാറുകയായിരുന്നു. അവർ ആക്രമണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. പന്തൊരു വിങ്ങിൽ നിന്ന് മറ്റൊരു വിങ്ങിലേക്ക് അതിവേഗം മാറ്റി. മെസ്സി കൂടുതൽ സ്വതന്ത്രനായി നീങ്ങുവാൻ തുടങ്ങി. എൽസോ ഫെർണാണ്ടസും മാക് അലിസ്റ്ററും തുടർച്ചയായി മുന്നേറ്റങ്ങൾക്ക് പിന്തുണ നൽകി. ഓരോ ആക്രമണത്തിലും ഇംഗ്ലണ്ട് ബോക്സിനുള്ളിൽ 5-6 താരങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ലീഡ് നേടിയ ശേഷം ഇംഗ്ലണ്ട് സ്വാഭാവികമായും പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങി. പക്ഷേ ആ തീരുമാനം അവർക്ക് തിരിച്ചടിയായിപ്പോയി. കാരണം അർജന്റീന പോലൊരു ടീമിന് തുടർച്ചയായി പന്ത് നൽകുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഓരോ മിനിറ്റും കടന്നു പോകുമ്പോൾ അർജന്റീനയുടെ ആത്മവിശ്വാസം വാനോളം ഉയരുകയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ പ്രതിരോധത്തിന്റെ മേൽ സമ്മർദ്ദം കുത്തനെ വർദ്ധിച്ചു. ഹാരി കെയ്ൻ പോലും സ്വന്തം ടീമിന്റെ ഹാഫിൽ പ്രതിരോധത്തിന് വേണ്ടി സഹായം നൽകുവാൻ വന്നു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർജന്റീനയുടെ ആക്രമണമെന്ന് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ. ബെല്ലിംഗ്ഹാം മധ്യനിരയിൽ പന്ത് പിടിച്ചു നിർത്തുവാൻ വേണ്ടി നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു. സാക്കയ്ക്കും ഫോർഡനും കൗണ്ടർ അറ്റാക്കിന് വേണ്ട സ്പേസ് ലഭിച്ചില്ല. ഇംഗ്ലണ്ട് ഒരാക്രമണ ടീമായി ഇന്ന് കാണപ്പെട്ടില്ല, മറിച്ച് ലീഡ് സംരക്ഷിക്കുവാൻ മാത്രം ശ്രമിക്കുന്ന ഒരു ടീമിനെ പോലെയായി. ഇന്ന് നമ്മൾ മൈതാനത്ത് കണ്ട മെസ്സി വളരെ വ്യത്യസ്തനായിരുന്നു. മെസ്സിയുടെ കാലുകളിൽ പഴയ വേഗതയൊന്നുമില്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ വേഗത ഇന്നും ലോകത്തിൽ ഏറ്റവും മികച്ചവയിൽ ഒന്നാണ് എന്ന് തെളിയിക്കുകയായിരുന്നു. എപ്പോൾ പാസ് നൽകണം, എപ്പോൾ കളിയുടെ വേഗത കുറയ്ക്കണം, എപ്പോൾ പ്രതിരോധത്തെ വലിച്ചിഴക്കണം, ഇതെല്ലാം അത്ഭുതകരമായ കൃത്യതയോടെ അദ്ദേഹം നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. മെസ്സിയുടെ ഓരോ സ്പർശവും ഇംഗ്ലണ്ട് പ്രതിരോധത്തെ അസ്വസ്ഥരാക്കി. 2 താരങ്ങൾ അദ്ദേഹത്തെ തടയാൻ വേണ്ടി വന്നാൽ ആ സമയത്ത് മറ്റൊരു അർജന്റൈൻ താരം സ്വതന്ത്രനാവുകയാണ്. അതായിരുന്നു അർജന്റീന വീണ്ടും അപകടം സൃഷ്ടിക്കുവാൻ കാരണമായി മാറിയതും. മെസ്സി പതിവ് പോലെ വശങ്ങളിൽ നിന്നും മധ്യനിരയിലേക്ക് ഇറങ്ങി പന്ത് ഏറ്റുവാങ്ങുവാൻ തുടങ്ങി. എൽസോ ഫെർണാണ്ടസും മാക് അലിസ്റ്ററും ചേർന്ന് മധ്യനിരയുടെ താളം നിയന്ത്രിച്ചു. ഓരോ പാസും ലക്ഷ്യബോധമുള്ളത്, ഓരോ മുന്നേറ്റവും ഇംഗ്ലണ്ടിന്റെ പ്രതിരോധത്തെ പിൻപിലേക്ക് തള്ളുന്നത്. ഇംഗ്ലണ്ട് പന്ത് സ്വന്തമാക്കുന്ന നിമിഷം തന്നെ 3-4 അർജന്റൈൻ താരങ്ങൾ ചേർന്ന് ഹൈ പ്രസിംഗ് ആരംഭിക്കുന്നു. അതുകൊണ്ട് ഇംഗ്ലണ്ടിന് സ്വന്തം ശൈലിയിൽ കളി കെട്ടിപ്പടുക്കുവാൻ പോലും ഇന്ന് കഴിഞ്ഞില്ല. മത്സരം അവസാനിക്കുവാൻ വെറും 30 മിനിറ്റിൽ താഴെ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇംഗ്ലണ്ട് ലീഡിൽ നിൽക്കുകയാണ്. എന്നാൽ ഗോൾ തേടി അർജന്റീന ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഗോൾ മുഖത്ത് പന്തുകൾ തുടർച്ചയായി എത്തി. ചില ഷോട്ടുകൾ അവസാന നിമിഷം തടയപ്പെട്ടു. ചില നീക്കങ്ങൾ പ്രതിരോധം ക്ലിയർ ചെയ്തു. ചില അവസരങ്ങൾ ചെറിയ വ്യത്യാസത്തിൽ നഷ്ടമായി. ഓരോ ആക്രമണവും ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു: ഗോൾ വരുന്നുണ്ട്, ഗോൾ വരുന്നുണ്ട്, ഗോൾ വരുന്നുണ്ട്. പക്ഷേ അത് വൈകുക മാത്രമാണ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിന്റെ പ്രതിരോധം ഓരോ മിനിറ്റും ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു. അവരുടെ ഗോൾ കീപ്പർ വീണ്ടും വീണ്ടും ഇടപെട്ടുകൊണ്ടായിരുന്നു. പക്ഷേ തീവ്രതയുള്ള ആക്രമണങ്ങളെ 90 മിനിറ്റ് മുഴുവനും തടയുക എന്നുള്ളത് അസാധ്യമാണ്. അർജന്റീനയുടെ സമ്മർദ്ദം അപ്പോഴും അത്രയും വലുതായിരുന്നു. ഈ മത്സരത്തിൽ ഇംഗ്ലണ്ട് ചെയ്ത ഏറ്റവും വലിയ പിഴവ് പന്ത് കൈവശം വെച്ച് കളിയുടെ വേഗത നിയന്ത്രിക്കുവാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ലീഡ് നേടിയ ശേഷം പോലും അവർ ആക്രമിച്ച് 2ാം ഗോൾ നേടുവാൻ പോയില്ല. പകരം അർജന്റീനയെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടേയിരുന്നു. ലോകോത്തര നിലവാരമുള്ള ഒരു ടീമിനെ സ്വന്തം ബോക്സിന് മുൻപിൽ നിരന്തരം ആക്രമിക്കുവാൻ അനുവദിച്ചാൽ ഒരിക്കലെങ്കിലും പ്രതിരോധം തകരും, അത് വ്യക്തമാണ്. മത്സരം അവസാനിക്കുവാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. അപ്പോഴും ഇംഗ്ലണ്ട് തന്നെ മുൻപിലാണ്. പക്ഷേ കളിയുടെ മുഴുവൻ നിയന്ത്രണവും ഇപ്പോൾ അർജന്റീനയുടെ കയ്യിൽ മാത്രമാണ്. സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം പോലും മാറിമറിഞ്ഞു. ഒരു ചോദ്യം മാത്രം എല്ലാവരും മനസ്സിൽ കുറിക്കുകയാണ്: ഈ സമ്മർദ്ദം ഇംഗ്ലണ്ടിന് അവസാനം വരെ അതിജീവിക്കുവാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ മത്സരം അവസാനിക്കുവാൻ വെറും 10 മിനിറ്റിലേക്ക് മാത്രം ചുരുങ്ങുന്നു. സ്കോർ ബോർഡ് ഇപ്പോഴും ഇംഗ്ലണ്ടിന് അനുകൂലമായി തന്നെ നിൽക്കുകയാണ്. അർജന്റീന 0, ഇംഗ്ലണ്ട് 1. ഇംഗ്ലണ്ട് ആരാധകർ ഓരോ സെക്കൻഡും എണ്ണുവാൻ തുടങ്ങി. ലോകകപ്പ് ഫൈനൽ ഇനി കയ്യെത്തും ദൂരത്താണ് എന്നവർ വിശ്വസിച്ചു. പക്ഷേ അവരൊരു കാര്യം മറന്നു: അർജന്റീനയെ അവസാന വിസിലിന് മുൻപ് ഒരിക്കലും എഴുതിത്തള്ളുവാൻ പാടില്ല. 80-ാം മിനിറ്റോടെ ഇംഗ്ലണ്ട് താരങ്ങളുടെ ശരീരഭാഷ തന്നെ മാറിയിരുന്നു. ആദ്യ പകുതിയിൽ ആത്മവിശ്വാസത്തോടെ കളിച്ച പ്രതിരോധ നിര ഇപ്പോൾ ഓരോ പാസിനെയും ഭയക്കാൻ തുടങ്ങി. ഓരോ ക്ലിയറൻസും വീണ്ടും അർജന്റീനയുടെ കാലുകളിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഓരോ ആക്രമണവും വീണ്ടും വീണ്ടും ഇംഗ്ലണ്ടിന്റെ പ്രതിരോധത്തെ പരീക്ഷിച്ചു. മധ്യനിരയുടെ നിയന്ത്രണം പൂർണ്ണമായും അർജന്റീനയുടെ കയ്യിലായി. എൽസോ ഫെർണാണ്ടസ്, മാക് അലിസ്റ്റർ, മെസ്സി ഓരോരുത്തരും കളിയുടെ വേഗം നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഇംഗ്ലണ്ട് അപ്പോൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നില്ല, അതിജീവിക്കുകയായിരുന്നു. പിന്നീടാണ് മത്സരത്തിലെ നിർണായക നിമിഷം എത്തുന്നത്. പന്ത് വീണ്ടും അപകട മേഖലയിലെത്തി. അവിടെ കാത്തു നിന്നത് എൽസോ ഫെർണാണ്ടസ്. കൃത്യമായ ഫിനിഷ്, പന്ത് വലയിലേക്ക്. അർജന്റീന 1, ഇംഗ്ലണ്ട് 1. സ്റ്റേഡിയം മുഴുവനും നീലയും വെള്ളയും നിറഞ്ഞ ആഘോഷത്തിൽ മുങ്ങി. 5 മിനിറ്റ് മുമ്പ് വരെ ഫൈനൽ സ്വപ്നം കണ്ടിരുന്ന ഇംഗ്ലണ്ട് ഇപ്പോൾ തുടക്കത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ആ ഗോൾ വെറും സമനില മാത്രമായിരുന്നില്ല, അതൊരു മുന്നറിയിപ്പായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നത് ജയിക്കാൻ തന്നെയാണെന്നുള്ള മുന്നറിയിപ്പ്. സമനില ഗോൾ വഴങ്ങിയതോടെ ഇംഗ്ലണ്ട് താരങ്ങളുടെ മുഖത്ത് ആശങ്ക വ്യക്തമായി. ഇത്രയും നേരം കാത്തു സൂക്ഷിച്ച ലീഡ് നിമിഷങ്ങൾക്കകം നഷ്ടപ്പെട്ടിരിക്കുന്നു. മാനസികമായി അവർ പതറി തുടങ്ങി.
മറുവശത്ത് അർജന്റീന താരങ്ങളുടെ ഓരോ ഓട്ടത്തിലും പുതിയ ഊർജം നിറയുകയായിരുന്നു. മെസ്സി കൈകൾ ഉയർത്തി സഹതാരങ്ങളെ മുൻപോട്ട് വിളിക്കുന്നു. ഒരു കാര്യം വ്യക്തമായിരുന്നു, അവർ സമനിലയിൽ തൃപ്തരായിരുന്നില്ല. തുടർന്ന് ഇഞ്ചുറി ടൈം. ലോകകപ്പ് ചരിത്രത്തിലെ മറക്കാനാവാത്തൊരു നിമിഷം. ഇംഗ്ലണ്ട് അധിക സമയം പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചു, പക്ഷേ അർജന്റീന ആക്രമണം നിർത്തിയില്ല. മെസ്സി വീണ്ടും മുന്നേറ്റത്തിന് തുടക്കമിട്ടു. അദ്ദേഹത്തിന്റെ നീക്കം ഇംഗ്ലണ്ട് പ്രതിരോധത്തെ വീണ്ടും വലിച്ചിഴച്ചു. ഒരു ചെറിയ വിടവ്, അതിനുവേണ്ടിയായിരുന്നു അർജന്റീന കാത്തിരുന്നത്. അവിടെ പന്തെത്തിയത് ലൗട്ടാറോ മാർട്ടിനസിന്റെ മുൻപിലേക്ക്. ഒരു നിമിഷം, ഒരു തീരുമാനം, ഒരു കൃത്യമായ ഫിനിഷ്, ഗോൾ. അർജന്റീന 2, ഇംഗ്ലണ്ട് 1. ആ ഒരു നിമിഷം സ്റ്റേഡിയം മുഴുവൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മെസ്സി ഇരു കൈകളും ഉയർത്തി ആഘോഷിക്കുന്നു. ലൗട്ടാറോ മാർട്ടിനസ് കോർണർ ഫ്ലാഗിന് സമീപത്തേക്ക് ഓടുന്നു. സഹതാരങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ചാടി വീഴുന്നു. അതൊരു ഗോള് മാത്രമായിരുന്നില്ല, ഫൈനലിലേക്കുള്ള വാതിൽ തുറന്ന നിമിഷം കൂടിയായിരുന്നു. 10 മിനിറ്റ് മുമ്പ് വരെ ആത്മവിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഇംഗ്ലണ്ട് ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, സാക്ക, ഫോഡൻ. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഇവർക്കാർക്കും കളിയുടെ ഗതി മാറ്റുവാൻ കഴിഞ്ഞില്ല. ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇന്ന് നിശബ്ദമായി പോയി. അവർക്ക് ലീഡ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ലീഡ് സംരക്ഷിക്കുവാൻ ആവശ്യമായ മാനസിക ശക്തിയും അവർക്കിന്ന് പുറത്തെടുക്കുവാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഈ വിജയം 2 ഗോളുകളുടെ കഥയല്ല, വിശ്വാസത്തിന്റെ കഥയാണ്. അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ പോരാടിയ മനോഭാവത്തിന്റെ കഥയാണ്. ഒരു ഗോളിന് പിന്നിലായിട്ടും പരിഭ്രാന്തരാകാതെ ഒരേ താളത്തിൽ കളി തുടർന്ന ടീമിന്റെ വിജയത്തിന്റെ കഥ. അർജന്റീന ഒരു നിമിഷം പോലും സ്വന്തം പദ്ധതിയിൽ നിന്നും വഴിമാറിപ്പോയില്ല. അവർക്കറിയാമായിരുന്നു ഒരവസരം കിട്ടും, അത് വന്നപ്പോൾ അവരത് പാഴാക്കിയുമില്ല. ഇതാണ് ലോക ചാമ്പ്യന്മാരുടെ സ്വഭാവം. ഇതാണ് വലിയ ടീമുകളുടെ അടയാളം. ഇതാണ് സെമി ഫൈനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. മെസ്സിയുടെ പേര് അത് സ്കോർ ഷീറ്റിൽ ഇല്ലായിരിക്കാം, പക്ഷേ കളിയുടെ ഓരോ മിനിറ്റിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ വ്യക്തമായിരുന്നു. ഒരു സ്പർശം, ഒരു ടേൺ, ഒരു ത്രൂ ബോൾ, ഒരു ലോങ് പാസ്, അതിനു മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധം ഓരോ തവണയും രൂപം മാറ്റേണ്ടി വന്നു. സത്യത്തിൽ ഇതാണ് ലോകത്തിലെ മഹത്തായ പ്ലേ മേക്കർമാരുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. അവർ എല്ലായ്പ്പോഴും ഗോൾ നേടണമെന്നില്ല, പക്ഷേ മുഴുവൻ കളിയും അവരുടെ ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും. സ്കോർ ലൈൻ ഗോൾ രഹിതമായിരുന്നുവെങ്കിലും ആദ്യ പകുതി മുഴുവനും ഇംഗ്ലണ്ടിനെ ജീവനോടെ നിലനിർത്തിയത് അവരുടെ ഗോൾ കീപ്പറായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ബോക്സിന് പുറത്തു നിന്നുള്ള ഷോട്ടുകൾ, വേഗമേറിയ കോമ്പിനേഷൻ നീക്കങ്ങൾ, ക്രോസുകൾ, റീബൗണ്ടുകൾ, ഇവയെല്ലാം ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്ത ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ടീമിനെ മത്സരത്തിൽ നിലനിർത്തി. ചില അവസരങ്ങളിൽ ഭാഗ്യവും ഇംഗ്ലണ്ടിനൊപ്പം ഉണ്ടായിരുന്നു. അല്പം കൂടി കൃത്യതയുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചില ഷോട്ടുകൾക്ക് ഏതാനും സെന്റിമീറ്ററുകൾ മാത്രം വ്യത്യാസമുണ്ടായിരുന്നെങ്കിൽ മത്സരത്തിന്റെ ചിത്രം ആദ്യ പകുതിയിൽ തന്നെ പൂർണ്ണമായിട്ടും മാറിപ്പോയനെ. അർജന്റീന സൃഷ്ടിച്ച അവസരങ്ങളുടെ എണ്ണം അനുസരിച്ച് നോക്കുമ്പോൾ ആ ആക്രമണങ്ങളിൽ ഏതാനും കൂടി ഫലപ്രദമായിരുന്നുവെങ്കിൽ സ്കോർ ലൈൻ വളരെ വ്യത്യസ്തമാകുവാനുള്ള സാധ്യതയും ഈ മത്സരത്തിലുണ്ടായിരുന്നു. എന്നുവെച്ചാൽ കുറഞ്ഞത് ഒരു 5 ഗോളെങ്കിലും ഇംഗ്ലണ്ട് വാങ്ങിക്കൂട്ടിയേനെ. ഇവിടെ ഈ മത്സരത്തിലൂടെ തെളിയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് അർജന്റീനയുടെ എതിരാളികൾ വ്യാപകമായി ചില ദിവസങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരു പരിഹാസ വാക്കാണ്. സെമി ഫൈനൽ വരെയോളം അർജന്റീന എത്തിയത് ഏറ്റവും ദുർബലരായ ടീമുകൾക്കെതിരെയായിരുന്നു. അതിൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ഇനി അത് നടക്കില്ല. ഇംഗ്ലണ്ടിന്റെ മുൻപിൽ വരുമ്പോൾ കളി എന്താണ് എന്ന് അവർ പഠിപ്പിച്ചു കൊടുക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ മുഴുവൻ ആൾക്കാരും തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടേണ്ട ഗതികേടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്രമാത്രം അത്ഭുതകരമായ ഫുട്ബോളാണ് ഇന്ന് അർജന്റീന ടീം പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയാം, ഈ ടീമിനെ എഴുതിത്തള്ളാൻ വരട്ടെ. ഫൈനലിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫൈനലിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കാം അതിനുവേണ്ടി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു ഫുട്ബോൾ വിശകലനവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.